ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കാൽക്കുലിയ എന്നൊരു ലേണിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ലേണിംഗ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? ഡിസ്ഗ്രാഫിയ ഉണ്ട്, ഡിസ്ലെക്സിയ ഉണ്ട്. അപ്പോൾ ഡിസ്ഗ്രാഫിയ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടി വിത്ത് റൈറ്റിംഗ് ആണ്. അതായത് ഒരു ഡിസ്ഗ്രാഫിയ ഉള്ള ഒരു കുട്ടിക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒരു ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്കോ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ടി വിത്ത് റീഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. ഇനി ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് എന്താ? ഇതും ഒരു ലേണിംഗ് ഡിസോർഡർ ആണ്. ദാറ്റ് അഫക്ട്സ് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വർക്ക് വിത്ത് നമ്പേഴ്സ്, മേക്കിംഗ് മാത്ത് ആൻഡ് അരിത്തമാറ്റിക് സ്കിൽസ് ചാലഞ്ചിങ്. ഈ ഡെഫിനിഷൻ കണ്ടിട്ട് ആരും പേടിക്കേണ്ട. ആ സംഭവം ഇത്രയേ ഉള്ളൂ. ഡിസ്കാൽക്കുലിയ പറഞ്ഞ ഒരു ലേണിംഗ് ഡിസോർഡർ ആണ്. ആ കുട്ടിക്ക് നമ്പേഴ്സ് വെച്ച് ചെയ്യുന്ന, അതായത് ഒരു ഡിസ്കാൽക്കുലിയ ഉള്ള ഒരു കുട്ടിക്ക് നമ്പേഴ്സ് വെച്ച് ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസുകൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അതായത് ഇപ്പോൾ 2+3 = 5 എന്ന് പറയാനടക്കം ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആ കുട്ടി അനുഭവപ്പെടും. അല്ലെങ്കിൽ 3 - 2 = 1 എന്ന് സബ്ട്രാക്ട് ചെയ്യാനും കൂടി ആ കുട്ടിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. ആ കുട്ടിക്ക് ഒരു ചെറിയ അരിത്തമാറ്റിക് സ്കില്ലുകൾ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഷർമെൻറ്റ്, ഒരു വസ്തുവിൻ്റെ ലെങ്ത് അളക്കാൻ, അല്ലെങ്കിൽ എന്തായാലും ഒരു നമ്പർ വെച്ചിട്ട് എന്ത് പ്രവൃത്തി ചെയ്യാനും ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡിസ്കാൽക്കുലിയുള്ള കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള കണക്കിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ ആ കുട്ടിക്ക് അതായത് മാത്സ് എന്നൊരു സബ്ജക്റ്റിനോട് തന്നെ ഒരു കുട്ടി ഒന്ന് ഉൾവലിയും. ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കുറവായിരിക്കും ആ കുട്ടിക്ക്. അതായത് ഒരു പേടി, മാത്സ് തെറ്റിപ്പോവോ, അല്ലെങ്കിൽ ചിലപ്പോൾ അധികം ചെറിയ ചെറിയ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാനടക്കം ആ ഒരു ഡിസ്കാൽക്കുലിയുള്ള ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. 2+3 = 5, അല്ലെങ്കിൽ 3 - 2 = 1. അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ്, ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസുകളൊന്നും ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഈ ലേണിംഗ് ഡിസോർഡേഴ്സൊക്കെ നമ്മൾ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടൊന്നും മാറില്ല. ഈ ലേണിംഗ് ഡിസോർഡേഴ്സൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ, അതായത് കുട്ടികൾക്ക് കുറേ പ്രാക്ടീസ് കൊടുത്ത് അതിൻ്റെ എഫക്റ്റുകൾ കുറച്ച് കൊണ്ടുവരാൻ നമുക്കിത് സഹായിക്കും, ഈ പ്രാക്ടീസിലൂടെയൊക്കെ. അപ്പോൾ 3 തരം ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ. ഡിസ്ഗ്രാഫിയ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഡിസ്ലെക്സിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നാൽ ഡിസ്കാൽക്കുലിയ പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് സ്കിൽസുകൾ ഉപയോഗിച്ച് കണക്കുകൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്പേഴ്സ് കൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യാനുമുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഡിസ്കാൽക്കുലിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസ്കാൽക്കുലിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അടുത്തത്. എന്നാൽ ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസുകൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു 7+3 = 10 എന്ന് പറയാനടക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ചെറിയ ചെറിയ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനത്തെ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസുകളൊന്നും ആ കുട്ടിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ മേ യൂസ് ഫിംഗേഴ്സ് ടു കൗണ്ട്. അതായത് ചില കുട്ടികളൊക്കെ കാണാം, എല്ലാ കുട്ടികളൊന്നും പറയുന്നില്ല, ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഇപ്പോഴും കുറച്ച് വലിയ കുട്ടികളാണെങ്കിലും അവർ എപ്പോഴും വിരൽ ഉപയോഗിച്ചിട്ട്, വീണ്ടും ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലുള്ള കുട്ടി ഒരു വിരൽ ഉപയോഗിച്ചിട്ട് കണക്ക് കൂട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അസ്വാഭാവികത അനുഭവപ്പെടും. അപ്പോൾ ചില കുട്ടികളിങ്ങനെ വിരൽ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അതായത് ചെറിയ ചെറിയ കാര്യങ്ങളടക്കം വിരൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ കാണാം. അതേപോലെ തന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വിത്ത് സയൻസ്. അതായത് അഡീഷൻ, നമുക്ക് മാത്സിൽ കുറേ സിമ്പിൾസുകളും സയൻസുകളും ഉണ്ട്. പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ. അപ്പോൾ അതിലൊക്കെ കൺഫ്യൂഷൻ വരും. അങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ പ്ലസ് ചെയ്യേണ്ടടുത്ത് അവർ മൈനസ് ചെയ്യും, മൈനസ് ചെയ്യേണ്ടടുത്ത് പ്ലസ് ചെയ്യും. അങ്ങനെ കൺഫ്യൂഷൻ അവർക്ക് വരാം. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ടു ഡിസൈഡ് കറക്റ്റ് ഓപ്പറേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സോൾവ് ചെയ്യും, പക്ഷേ അവർക്ക് ഏത് സ്ഥലത്താണ് കറക്റ്റായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്ന് അടക്കം ആ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അഡീഷൻ ചെയ്യേണ്ട സ്ഥലത്ത് അവർ സബ്ട്രാക്ഷൻ കൊണ്ടുപോയി ചെയ്യും. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ ഓപ്പറേഷൻ മേ ബി കറക്റ്റ് ബട്ട് കാൽക്കുലേഷനോ, അതായത് ആ കുട്ടികളിപ്പോൾ അതായത് ഇപ്പോൾ അഡീഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഇക്വേഷൻ സോൾവ് ചെയ്ത് നല്ല ഇക്വേഷനൊക്കെ സോൾവ് ചെയ്തിട്ട് ചെയ്ത് അവസാനം വരുമ്പോൾ കാൽക്കുലേഷൻ ഭയങ്കര തെറ്റിക്കും. അത് സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ ആയിരിക്കും ചിലപ്പോൾ അവസാനം, അതും അവർ തെറ്റിച്ച്. പക്ഷേ മെത്തേഡുകൾ ശരിയായിരിക്കാം, പക്ഷേ കാൽക്കുലേഷൻ തെറ്റിക്കും. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ഡിസ്കാൽക്കുലിയുള്ള ഒരു കുട്ടിയുടെ. അതേപോലെ തന്നെ കനൗട്ട് റെക്കഗ്നൈസ് പാറ്റേൺസ് ഇൻ ദി സീക്വൻസ്. നമ്മളിപ്പോൾ 2, 4, 6, അടുത്തത് നമ്മളൊരു സ്പേസ് കൊടുത്ത് 10, അങ്ങനെ ഇപ്പോൾ ഒരു സീക്വൻസിലെ പാറ്റേൺ, അതായത് നമ്മളിപ്പോൾ ചെറിയൊരു
സീക്വൻസ് ആണെങ്കിൽ ആദ്യത്തെ ഒരു വിട്ടുപോയൊരു സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് 2, 4, 6, 8, 10 അത് അടക്കം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ മാത്സിൽ പലതരം ഗെയിംസുകളുണ്ട്, സീക്വൻസുകളും പാറ്റേൺസുകളൊക്കെ കണ്ടുപിടിച്ച് അതിനെ ബാക്കിയുള്ളത് ഫില്ലാക്കുക എന്ന് നമുക്ക് അങ്ങനെ ഫില്ലാക്കുക പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ മാത്സിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാറ്റേണുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ, അതായത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് അവർ കാണിക്കും. പിന്നെന്താണ് ഡിഫിക്കൽട്ടി ഇൻ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് അല്ല, സ്പേഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്. സ്പേഷ്യൽ റിലേഷൻഷിപ്പ്, അതേപോലെ ഗ്രാഫ് റീഡിങ്, മാപ്പ് റീഡിങ്, അങ്ങനെ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു മാത്സ് നല്ലോണം അറിയണം, അല്ലെങ്കിൽ ഒരു സ്പേഷ്യൽ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു 3 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു റൂമിൻ്റെ ആണെങ്കിലും ഒരു 3 ഡയമെൻഷണൽ വിഷ്വലൈസേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു വിഷ്വലൈസേഷൻ ഉണ്ടായിരിക്കും. അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അതിലൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കാം. അതുപോലെ ഗ്രാഫ് മാത്സിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫ് റീഡിംഗ് ഒക്കെ, ഗ്രാഫിലെ അളവെടുക്കാനും വരയ്ക്കാനും. അപ്പോൾ ഗ്രാഫ് റീഡിങ്, അതേപോലെ മാപ്പ് റീഡിങ്, അതിനൊക്കെ ആ കുട്ടി ഡിഫിക്കൽട്ടി കാണിക്കും. പിന്നെ ആ കുട്ടികൾക്ക് എന്തായിരിക്കും, പുവറായിട്ടുള്ള ഷോർട്ട് ടേം മെമ്മറി ആയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളടക്കം പെട്ടെന്ന് മറന്നു പോകും. അതായത് ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ആ ഒരു കുട്ടികൾക്ക് ഒരു കഴിവ് കുറച്ച് കുറവായിരിക്കും. അതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എന്താണ്, ഈ ഡിസ്കാൽക്കുലിയ വന്ന കുട്ടികൾക്കുള്ള റെമഡിയൽ മെഷേഴ്സ്. ഞാൻ പറഞ്ഞു ഈ ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് മാറണതല്ല. ആ കുട്ടികൾക്ക് ശരിക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ കൊടുത്ത് ആ ഒരു എഫക്റ്റുകൾ കുറയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് തന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഒന്നും മാറില്ല. അപ്പോൾ ഈ ഫസ്റ്റ് വൺ റെമഡിയൽ മെഷേഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, മൾട്ടി സെൻസറി ഇൻസ്ട്രക്ഷൻ. എന്താണ് ഈ മൾട്ടി സെൻസറി ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങൾ ഏത് ലേണിംഗ് സ്റ്റൈലിലാണ് പഠിക്കുക. നിങ്ങൾ ചിലവർ കണ്ട് പഠിക്കണവരുണ്ടായിരിക്കാം, ചിലവർ കേട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കാം, ചിലവർ വല്ല പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കണവരടക്കം ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ മാത്സൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിഷ്വലായിട്ടും അല്ലെങ്കിൽ ഓഡിറ്ററി അല്ലെങ്കിൽ കൈനസ്തെറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസുകൾ കൊണ്ടുവരിക മാത്സ് കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് ICTയുടെ സഹായമൊക്കെ അതിൽ ഉപയോഗിക്കാം. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കമ്പ്യൂട്ടേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിപ്പിക്കാം, അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സുകൾ ഉപയോഗിച്ച് നമുക്ക്. അപ്പോൾ കുട്ടികളുടെ എന്ത് സ്കില്ലുകൾ അവിടെ വളരും. അതായത് വിഷ്വൽ സ്കില്ലുകൾ, ഓഡിറ്ററി സ്കില്ല്, അല്ലെങ്കിൽ കൈനസ്തെറ്റിക് ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ വളരും. അപ്പോൾ നമുക്ക് മാത്സ് കൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരം അപ്രോച്ചുകൾ ഉപയോഗിക്കാം. അതായത് വിഷ്വൽ ആയിരിക്കാം, ഓഡിറ്ററി ആയിരിക്കാം, കൈനസ്തെറ്റിക് ആയിരിക്കാം. അതാണ് ഈ മൾട്ടി സെൻസറി ഇൻസ്ട്രക്ഷനിലൂടെ പറയണത്. ഇനി അടുത്തത് എന്താണ്, അസിസ്റ്റീവ് ടെക്നോളജി. എന്താണ് ഈ അസിസ്റ്റീവ് ടെക്നോളജി? നമ്മളെ സഹായിക്കുക, അതായത് ഇപ്പോൾ മാത്സ് ചെയ്യാൻ നമ്മൾ എന്തിൻ്റെയൊക്കെ സഹായങ്ങൾ നമ്മൾ തേടാറുണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ, അതൊരു അസിസ്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. പിന്നെ നമുക്കിപ്പോൾ ഗൂഗിളിലായാലും പലതരം മാത്സ് സൈറ്റുകൾ ഉണ്ടായിരിക്കാം സോൾവ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇട്ട് കൊടുക്കുക വേണ്ടു, അപ്പോൾ തന്നെ ആൻസേഴ്സ് കിട്ടുന്ന സൈറ്റുകളുണ്ട്. അപ്പോൾ പലതരം പിന്നെ മാത്സ് ആപ്പുകൾ, കുറേ ആപ്പുകൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അപ്പം തന്നെ വരും. അപ്പോൾ കാൽക്കുലേറ്റേഴ്സ് ഒരു അസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. മാത്സ് ആപ്പുകൾ ഒരു അസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. പിന്നെ പലതരം സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, പലതരം സോഫ്റ്റ്വെയർസ് നമ്മുടെ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തൊക്കെയാണ്, കാൽക്കുലേറ്റേഴ്സ്, മാത്ത് ആപ്സുകൾ, സോഫ്റ്റ്വെയർസുകളൊക്കെ എന്തിന് വഴിയൊരുക്കും, ഒരു പ്രോബ്ലം സോൾവിങ്ങിനടക്കം വഴിയൊരുക്കും. അതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 പഠിച്ചു. മൾട്ടി സെൻസറി ഇൻസ്ട്രക്ഷനിൽ ഞാൻ എന്താ പറഞ്ഞ്, നമുക്ക് വിഷ്വൽ, കൈനസ്തെറ്റിക്, അത് ഓഡിറ്ററി അപ്രോച്ചസുകൾ ഉപയോഗിക്കാം മാത്സ് കൺസെപ്റ്റുകൾ പഠിപ്പിക്കാൻ. അസിസ്റ്റീവ് ടെക്നോളജിയിൽ എന്താണ്, നമുക്ക് കാൽക്കുലേറ്റേഴ്സുകൾ, അതുപോലെ തന്നെ മാത്ത് ആപ്സുകൾ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസുകളൊക്കെ ഉപയോഗിക്കാം. ഇനി അടുത്ത എന്താണ്, എക്സ്ട്രാ സപ്പോർട്ടുകൾ. എന്താണ് ഈ എക്സ്ട്രാ സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഗസ് ചെയ്താൽ നമുക്ക് ഈ ഓരോരോ ടോപ്പിക്കുകളാണെങ്കിലും നമുക്കൊന്ന് ഗസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഈ എക്സ്ട്രാ സപ്പോർട്ട്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്പോർട്ടുകളായിരിക്കാം. ഒരു ടീച്ചർ ഇപ്പോൾ ഒരു
ടീച്ചർ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു കുട്ടിക്ക് അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുക. ആ ഒരു ഡിസ്കാൽക്കുലിയുള്ള ഒരു കുട്ടീനെ ആ കുട്ടിക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ആ കുട്ടിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അതായത് എക്സ്ട്രാ സപ്പോർട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അത് മോട്ടിവേഷൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കോൺഫിഡൻസ് വളർത്താൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ടുകൾ, എക്സ്ട്രാ സപ്പോർട്ടുകൾ. ഇനി വിഷ്വൽ ആയിട്ടുള്ള എയ്ഡ്സുകൾ. എന്താണ് ഈ വിഷ്വൽ എയ്ഡ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിഷ്വൽ എയ്ഡ്സുകൾ പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഇപ്പം നമ്മളെ കണ്ണും കൊണ്ട് കണ്ടിട്ട് നമ്മൾ അതായത് വിഷ്വൽ പറയുമ്പോൾ എന്താ, നമ്മൾ കാണാൻ പറ്റുന്നതല്ല. അതായത് ഇപ്പോൾ മോഡൽസുകളായിരിക്കാം, ചാർട്ടുകളായിരിക്കാം, വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വർക്കിംഗ് മോഡലുകളുണ്ട്, സ്റ്റിൽ മോഡലുകളുണ്ട്. അതുപോലെ ഈ വർക്കിംഗ് മോഡലൊക്കെ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ഈ എഴുതി പഠിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഓരോ കൺസെപ്റ്റുകൾ. അപ്പോൾ അത് വർക്കിംഗ് മോഡലുകൾ, അതുപോലെ തന്നെ സ്റ്റിൽ മോഡലുകൾ, അതേപോലെ തന്നെ പിന്നെന്തൊക്കെയായിരിക്കാം, പിന്നെ ചാർട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചാർട്ടൊക്കെ എഴുതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കുട്ടി വിഷ്വലായിട്ടുള്ള ഒരു വിഷ്വലായിട്ടുള്ള ലേണേഴ്സുകളാണെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സുകൾ പറയുമ്പോൾ നമ്മളെപ്പോഴും അസൈൻമെൻറ്റുകളൊക്കെ ടീച്ചേഴ്സ് എപ്പോഴും കൊടുക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു കോംപ്ലിസിറ്റി മനസ്സിലാക്കാതെ ആയിരിക്കും പല ടീച്ചേഴ്സും കൊടുക്കുക. ഇത് എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പോലും ടീച്ചേഴ്സ് നോക്കില്ല. അപ്പോൾ ടീച്ചേഴ്സ് അപ്പോൾ ഒരു അസൈൻമെൻറ്റുകളൊക്കെ അതായത് സിമ്പിളായിട്ടുള്ള അസൈൻമെൻറ്റുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം ടീച്ചേഴ്സ്. അതാണ് മോഡിഫൈഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റുകൾ. അതേപോലെ തന്നെ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ്. എന്താണ് അടുത്ത റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് പറയുമ്പോൾ? നമ്മുടെ മാത്സ് എന്തിനോട് കണക്ട് ചെയ്യുക? നമ്മുടെ എവറിഡേ ലൈഫായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ മാത്സ് നമ്മൾ പഠിപ്പിക്കുക. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മാത്സ് പഠിപ്പിക്കുക. അതാണ് റിയൽ വേൾഡ് അപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാത്സ് എപ്പോഴും പറയും മാത്സ് ഭയങ്കര കോംപ്ലക്സ് ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ മാത്സ് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മാത്സ് പ്രോബ്ലംസിനെ നമ്മൾ ചുരുക്കുക, സ്മോളർ മാനേജബിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാക്കിയിട്ട് ചുരുക്കി ഒരു കുട്ടീനെ പഠിപ്പിക്കുക. സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ സിമ്പിൾ നിന്നാണ് നമ്മൾ കോംപ്ലക്സിലേക്ക്, ചെറിയ കാര്യത്തിൽ നിന്നാണ് വലിയ കാര്യത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ചുരുക്കി നമുക്കൊരു നമ്മുടെ അതായത് ചെറിയ കാര്യങ്ങളാക്കി കോംപ്ലക്സിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി മാത്ത് ഗെയിം ആൻഡ് ആക്ടിവിറ്റീസ് പറയുമ്പോൾ പലതരം ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസുകളുണ്ട് മാത്സിൽ. ഇപ്പോൾ മാത്സ് പസിലുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഒക്കെ റിക്രിയേഷണൽ ആയിട്ടുള്ള ഓരോ ഗെയിമുകൾ നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ മാത്സ് ഗെയിംസ് കൊണ്ടും മാത്സ് ആക്ടിവിറ്റീസും കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് ആ കുട്ടിയുടെ ആൻസൈറ്റി കുറയ്ക്കുക എന്നാണ്. അതായത് കുട്ടികൾക്കൊരു റിലാക്സേഷൻ കിട്ടുക, അതേപോലെ തന്നെ ആൻസൈറ്റി കുറയ്ക്കുക, കോൺഫിഡൻസ് കൂട്ടുക, ഒരു മോട്ടിവേഷൻ ആ കുട്ടികളിൽ വളർത്തിയുണ്ടാക്കുക. അതൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പ്രാക്ടീസ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ കുട്ടിക്ക് വലിയ പ്രോബ്ലം ഇട്ട് കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നല്ല. ചെറിയ പ്രോബ്ലംസ്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസുകൾ ഫസ്റ്റ് തന്നെ കൊടുത്ത് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് എക്സ്ട്രാ സപ്പോർട്ടായിട്ടുള്ള ഇൻഡിവിജ്വൽ സപ്പോർട്ടുകളൊക്കെ കൊടുത്ത് ഇപ്പോൾ കുട്ടീനെ കൊണ്ട് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച്, അതേപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് പറയുമ്പോൾ എന്താ, നമുക്ക് വേണ്ട ഒരു ടീച്ചർ എന്തായിരിക്കണം, എപ്പോഴും ആ ടീച്ചർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം കുട്ടികൾക്ക്. അത് എന്തിൻ്റെ രൂപത്തിലായിരിക്കും? ചിലപ്പോൾ വെർബലായിരിക്കാം, നോൺ വെർബലായിരിക്കാം. ചിലപ്പോൾ ഒരു മിഠായി കൊടുത്താൽ മതി, ആ കുട്ടി എന്തായിരിക്കും, ഭയങ്കര റീഇൻഫോഴ്സ്ഡ് ആയിരിക്കും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഒക്കെ കൊടുക്കുന്നതിലൂടെ എന്താണ്, കുട്ടിയുടെ കോൺഫിഡൻസ് വളരാൻ സഹായിക്കും. അതേപോലെ തന്നെ ആ ഒരു ആൻസൈറ്റി കുറയ്ക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക, എന്നാൽ കോൺഫിഡൻസ്, മോട്ടിവേഷനൊക്കെ കുട്ടികളിൽ കൂടും. ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു റെമഡിയൽ മെഷേഴ്സ് ഫോർ ഡിസ്കാൽക്കുലിയ. അപ്പോൾ ശരിക്കും ഡിസ്കാൽക്കുലിയ പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് ആയിട്ടുള്ള സ്കിൽസുകളിലെ ഒരു
കുറവ്, അതായത് ചെയ്യാനുള്ളൊരു ഒരു ഡിഫിക്കൽട്ടി ഇൻ ഡൂയിങ് അരിത്തമാറ്റിക് സ്കിൽസുകൾ, അതേപോലെ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് വെച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് ഈ ഒരു ഡിസ്കാൽക്കുലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസ്കാൽക്കുലിയയുടെ ഡിഫിക്കൽട്ടി അല്ല ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, ഷോർട്ട് ടേം മെമ്മറി, പൂർ ഷോർട്ട് ടേം മെമ്മറി, അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, ഇതൊക്കെ നമ്മൾ ശരിക്കും ഒരിക്കലും ബി എഡിന് നമ്മൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, കാണാപ്പാഠം പഠിച്ച് പോകരുത് ഒരിക്കലും. ഇതൊക്കെ ശരിക്കും ഒരാൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും. ശരിക്കും നമ്മളങ്ങനെ ആലോചിച്ചാൽ മതി, ഓരോരോ പോയിന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി, അല്ല ആരും കാണാപ്പാഠം പഠിക്കരുത്. പിന്നെ റെമഡിയൽ മെഷേഴ്സുകൾ നമ്മളിപ്പോൾ ഹെഡിങ്ങളൊന്ന് ശരിക്കും ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എഴുതാനുള്ളത് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അത് ശരിക്കും ഒന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉള്ളിൽ എഴുതാൻ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്? മൾട്ടി സെൻസറി ഇൻസ്ട്രക്ഷൻ, അസിസ്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി, എക്സ്ട്രാ സപ്പോർട്ടുകൾ, വിഷ്വൽ എയ്ഡ്സുകൾ, മോഡിഫൈഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റുകൾ, റിയൽ വേൾഡ് അപ്ലിക്കേഷൻസുകൾ, ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോബ്ലംസ്, മാത്ത് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ്, പ്രാക്ടീസ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ സ്ലൈഡിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ.